രേണു കിച്ചു വിഷയം ഇതിപ്പോഴും പലരും പല രീതിയിൽ എന്താ പറയുക മനസ്സിട്ടുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ കിച്ചു എന്തുകൊണ്ട് രേണുവിനെ കാണാൻ പോകുന്നില്ല, അതാണ് ഇതാണ് മറ്റേതാണെന്ന് പറഞ്ഞു. കാരണം കിച്ചു ഇപ്പോൾ കുറേ പ്രൊമോഷൻ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. ഈ കിച്ചുവിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വരുന്ന ഓരോ വീഡിയോയ്ക്ക് താഴെ, ഇപ്പോൾ ഇന്നലെ ഇട്ട ഒരു വീഡിയോയ്ക്ക് താഴെ വരെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള കുറേ കമൻറ്റുകൾ അതിൻ്റെ അകത്ത് വന്ന് നിറഞ്ഞു കിടക്കുന്നു. കാരണം എന്ന് പറയുന്നത് ഇപ്പോഴും രേണുവിനെ കാണാൻ പോകും, രേണുവിനെ കാണാൻ എന്തിനാണ് ഇങ്ങനെ കടന്ന് പറയുന്നത് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ പണിയില്ലേ എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. കാരണം അത് ഈ പറയുന്ന കിച്ചുവിൻ്റെ പേഴ്സണൽ കാര്യമാണ്. അവൻ പോകുന്നതും പോകാതിരിക്കുന്നതും ഒക്കെ തന്നെ അവൻ്റെ തീരുമാനമാണ്. ആരും പറഞ്ഞ് ഉപദേശിച്ച് കൊടുത്തിട്ടല്ല ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവന് താല്പര്യം ഉണ്ടെങ്കിൽ അവൻ പോകും, അവന് താല്പര്യം ഇല്ലെങ്കിൽ അവൻ പോകത്തില്ല. അത് അവൻ്റെ ഇഷ്ടമാണ്, അത് അവൻ്റെ ഇതിലങ്ങ് വിടുക. കാരണം അവർ തമ്മിലുള്ള ഇഷ്യൂ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഈ പറയുന്നവർക്കോ ഉപദേശിക്കുന്നവർക്കോ അറിയത്തില്ല. ശരിയാണ്, കിച്ചുവിൻ്റെ അമ്മയുടെ സ്ഥാനമാണ് രേണുവിനുള്ളത്, ഓക്കെ. പക്ഷെ കുറേ കാലമായിട്ട് ഈ പറയുന്ന രേണു ആയാലും കിച്ചു ആയാലും ഒരുമിച്ചല്ല, അവർ രണ്ടിതായിട്ടാണ് നിൽക്കുന്നതെന്ന് പറയുന്നത്. അതറിയാം, ആ വിഷയമൊക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, ഈ ഒരു പ്രശ്നം രേണുവിന് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് അറിയുന്നതിന് മുന്നേ വരെ രേണുവിനെ അത്രത്തോളം നെഗറ്റീവ് അടിച്ച്, അതോടൊപ്പം തന്നെ കമന്റ് സെക്ഷനുകളിലും കാര്യങ്ങളിലും ഒക്കെ തന്നെ രേണുവിനെ എന്തുമാത്രം കാര്യങ്ങൾ പറയാമോ അതൊക്കെ പറയുന്ന ഇവരൊക്കെ തന്നെയാണ് ഇപ്പോൾ കിച്ചുവിനെ ഉപദേശിക്കാനായിട്ട് നടക്കുന്നത്. കിച്ചു അങ്ങനെ ഈ കിച്ചു ഇങ്ങനെ ചെയ്യും, അത് ഇത് അത് അവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ. അവനത് എന്താന്ന് വെച്ചാൽ അവനത് ആയിക്കോട്ടെ. അതിൽ ഈ പറയുന്ന രീതിയിൽ അവനെ തെറി വിളിക്കാനും അവനെ ഉപദേശിക്കാനും അത് ചെയ്യാനും ഇത് ചെയ്യാനും ഒക്കെ പോവേണ്ട ആവശ്യം എന്തോന്നാണ്? അത് അവരുടെ ഇഷ്ടത്തിന് വിടുക. രേണുവിനെ കാണാൻ പോവുകയോ രേണുവിനെ ഫോൺ വിളിക്കുകയോ എന്തുവാണെന്ന് വെച്ചാൽ അത് കിച്ചുവിൻ്റെ ഇഷ്ടമാണ്. അതെന്താന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ. അതിൽ ഈ പറയുന്ന മാതിരി ഓരോരുത്തർ ഇന്ന് അവൻ്റെ വീഡിയോയ്ക്ക് താഴെ ചെന്നിട്ട് ഈ അനാവശ്യ കമൻ്റൊക്കെ ഇടേണ്ട ആവശ്യം എന്താണ്? ഇപ്പോൾ തന്നെ ഞാൻ ഒരു കമൻ്റ് കണ്ടത്, എന്തിനാ ഇവൻ്റെ കാല് പിടിക്കുന്നത്? പാവം രേണുവിന് എന്തെങ്കിലും സംഭവിച്ചാലും കാല് പിടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരാൾ കമൻ്റ് ചെയ്തിരിക്കുന്നു. എന്തോന്നടേ നിങ്ങൾക്കൊക്കെ എന്താണ്, നിങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ സൂക്കേടെന്നാണ് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിപ്പോ. ഇങ്ങനൊരു സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് വെറുതെ അനാവശ്യമായിട്ട് ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത്? അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുകയാണ്. എന്തിനാണ് അവനെ ഈ പറയുന്ന രീതിയിൽ വെറുതെ ആവശ്യമില്ലാതെ എന്താ പറയുക ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുത്താനായിട്ട് പോകുന്നത്? അതാണ് മനസ്സിലാവാത്ത. നിങ്ങൾ രേണുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യും, അതിൽ ഒരു കുഴപ്പമില്ല. രേണുവിനെ സപ്പോർട്ട് ചെയ്യണം. രേണു ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് തന്നെയാണ് ഞാനും പേഴ്സണലി ആഗ്രഹിക്കുന്ന കാര്യം, ഒരു കുഴപ്പമില്ലാതെ. പക്ഷെ ഇതിന് ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് കിച്ചുവിൻ്റെ ഇട്ട് കുത്തുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത്. അവൻ്റെ കാര്യം വിട്, പ്രശ്നം തീർന്നല്ലോ. നിങ്ങൾ രേണുവിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, രേണുവിന് ആ ഒരു രീതിയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ കിച്ചുവിൻ്റെ കാര്യം വിട്. അവന് താല്പര്യമുണ്ടെങ്കിൽ അവൻ പോട്ടെ. ആരും നിർബന്ധിച്ചോ ആരും ഉപദേശിച്ചോ പോവേണ്ട ആവശ്യമില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ അവനെന്തോ കൊച്ചൊന്നുമല്ലല്ലോ. അവനറിയാമല്ലോ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിൽക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നൊക്കെ തന്നെ. അവനവൻ്റെ സ്വന്തം കാലിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുകയല്ലേ. അവനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും എന്തിനാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് നോക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അനാവശ്യമായിട്ട് അവനെ കുത്താനായിട്ട് പോകുന്നത്? ഇതൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ രേണുവിന് എതിരെ നിന്നവരൊക്കെ തന്നെയും ഇപ്പോൾ കിച്ചുവിനെതിരെ തിരിഞ്ഞുകൊണ്ട് അവനെ ഇട്ട് കുത്താനായിട്ട് നോക്കുന്നു. പരമ കഷ്ടമാണ്. നിങ്ങൾ ഒരാൾ പോയപ്പോഴത്തേക്കും അടുത്ത ആളുടെ നെഞ്ചത്തോട്ടാണോ ഈ കയറാനായിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത്? എന്തിനാണ് ഇങ്ങനെയൊക്കെ? അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുകയാണ്. ജസ്റ്റ് ലീവ് ഇറ്റ്, വിട്ടുകളെ. അവരായി അവരെ പാടായി, അവർ ആ ഒരു തരത്തിൽ ഇപ്പൊ കിച്ചു ആയാലും രേണു ആയാലും മുന്നോട്ട് പോട്ടെ. രേണു ഇതിൽ നിന്നൊക്കെ റിക്കവറായിട്ട് വരട്ടെ. കിച്ചു അവന്റെ കാര്യങ്ങൾ ഓക്കെ ആക്കി എടുക്കട്ടെ. പ്രശ്നം തീർന്നല്ലോ. അതിന് ഈ ഒരു വിഷയം വെച്ചിട്ട് അവരെ കുറ്റം പറയാനും അവരെ ഉപദേശിക്കാനും അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ. അവർ ആ ഒരു തരത്തിൽ കാണാതിരിക്കെ, ഈ പറയുന്ന രീതിയിൽ പബ്ലിക്കായിട്ട് അറിയിക്കാതിരിക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. നമുക്കറിയത്തില്ല കിച്ചു രേണുവിനെ വിളിച്ചിട്ടുണ്ടോ, കിച്ചു രേണുവിനെ കണ്ടിട്ടുണ്ടോ ഒന്നൊന്നും നമുക്കറിയത്തില്ല. എല്ലാം സോഷ്യൽ മീഡിയയിൽ അങ്ങ് പബ്ലിഷ് ചെയ്യണം, എല്ലാ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഇതാക്കണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ലല്ലോ. അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു കുത്തിത്തിരിപ്പ് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാക്കാതിരിക്കുക. അതാരായാലും, അത് കമന്റിന്റെ രൂപത്തിലായാലും ആരും ആ ഒരു തരത്തിൽ ചെയ്യാതിരിക്കുക ദയവ് ചെയ്ത്. അത് രേണുവിന്റെ പേരിലായാലും അതോടൊപ്പം തന്നെ കിച്ചുവിന്റെ പേരിലായാലും.
സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ മിണ്ടാതിരിക്കുക. പ്രശ്നം തീർന്നല്ലോ. അവരുടെ വീഡിയോസോ അവരുടെ കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കണ്ട, കാണണ്ട. ഓക്കെ, അങ്ങ് വിട്ട് കള, പ്രശ്നം തീർന്നല്ലോ. ഇനി അതുമല്ല, ബ്ലോക്ക് ചെയ്ത് കള, പ്രശ്നം തീർന്നല്ലോ. വെറുതെ എന്തിനാണ് ആവശ്യമില്ലാതെ ചുമ്മാ എന്നിട്ട് കമന്റ് സെക്ഷനിൽ ചെന്നിട്ട് ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ കമന്റ് ചെയ്ത് വെറുതെ ആവശ്യമില്ലാത്ത ഒരു കോലാഹലം ഉണ്ടാക്കാനായിട്ട്. ഇനിയെങ്കിലും ഈ ഒരു പരിപാടി നിർത്തുക, അതായിരിക്കും നല്ലതെന്ന് പറയുന്നത്.